എൻ്റെ കടന്നൽ കുത്തി കേട്ടോ. സംഭവം അവിടെ മുഴുവൻ കടന്നലുണ്ട്. സംഭവം ഇതിൻ്റെ ഇടയിൽ എവിടെയാണ് കടന്നൽ കൂട്. സംഭവം നോക്കിയിട്ട് കാണുന്നില്ല, പക്ഷെ കടന്നലുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഒരു കുത്ത് കിട്ടി എനിക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംഭവം ഇന്ന് ഞാൻ ജോലി സൈറ്റിലാണ് കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ രാവിലെ എല്ലാം പിടപ്പായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ നമ്മൾ കടന്നൽ കുത്തിയ സൈറ്റിലാണ്. അവിടെ ബാക്കിയുള്ള പരിപാടികളാണ്. അന്ന് നമ്മൾ നിർത്തിപ്പോയതാണ്. അതിൻ്റെ ബാക്കി പരിപാടി ഇന്ന് ചെയ്യണം. ഇപ്പോൾ കുറച്ചാളുകൊണ്ട് ഇവിടെ ചെയ്യാതെ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഇന്ന് ഒതുക്കണം. മോനെ തുടങ്ങാം. പറയാലേ എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞേ. നീ മനസ്സിലായില്ലേ? അതായത് ഈ കാണുന്ന വാഴകളെല്ലാം വെട്ടണം. ഈ കാണുന്ന വാഴകളെല്ലാം വെട്ടി ഇനി മേലെ കയറ്റണം. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വാനം തോണ്ടണം. വാനം തോണ്ടി ഇവിടെ നിന്ന് ഈ കാണുന്ന വേസ്റ്റ് എല്ലാം ഇഞ്ഞു പോകണം. ഈ മണ്ണെല്ലാം ഇഞ്ഞു വരണം. എന്നിട്ട് ഇവിടെ കിണർ വരും. അപ്പോൾ അതിനാണ് ഇതെല്ലാം ഇഞ്ഞു വരണമെന്ന് പറഞ്ഞത്. മനസ്സിലായോ? തുടങ്ങാം നമുക്ക്. ഓക്കെ. ഇവിടെ ഇറങ്ങിയോ? ഇത് കാണുന്നവർക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരിക്കും. യുവമാർക്ക് ഇത് ഇങ്ങനെ പതുക്കെ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് അടികൊണ്ട് വെട്ടിയിട്ടാൽ പോരെയെന്ന്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ തന്നെ ഇതേപോലെയുള്ള വാഴ കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ നിന്നുള്ള കൊലയും മറ്റുള്ള ഇതൊക്കെ ഇങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ ഇത് പെട്ടെന്ന് വെട്ടിയിട്ട് കഴിഞ്ഞാൽ നേരെ അതിലേക്ക് ചെന്ന് അടിക്കും. പിന്നെ ആ വാഴയും മറിയും. പിന്നെ ഇവിടെ പൈപ്പും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ 4 സൈഡും നമുക്ക് ഇടാനുള്ള വകുപ്പ് കുറവാണ്. അതുകൊണ്ട് നമുക്ക് പതുക്കെ ചാച്ചിറക്കാനേ പറ്റൂ. അതാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കടന്ത പോയാന്ന് ചോദിച്ചാൽ വന്നപ്പോ 2 ഉണ്ടായിരുന്നു. ഇറങ്ങുന്ന
ഒരുവിധം വെട്ടി ഇത്രയും വന്ന സമയത്ത് കടന്നലുണ്ട് കേട്ടാ. ഇടയ്ക്ക് കുറച്ച് കടന്നല്ലേ ഉണ്ട്. പക്ഷേ നമുക്ക് ഇന്ന് ഇത് തീർത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഹെൽമെറ്റ് ഒന്ന് ഇട്ടേക്കാം. ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി കടിക്കുമെന്ന് അറിഞ്ഞൂടാ. എന്നാലും നമ്മളെ മുഖത്ത് കടി കിട്ടാതിരിക്കാനായിട്ട് ഒരു സേഫ്റ്റി നമുക്കിന്ന് തീർത്തേ പറ്റൂ. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഇതിനകത്തോട്ട് കയറാതിരിക്കാനായിട്ട് നമുക്ക് തോർത്ത് വെച്ചിട്ട് കഴുത്ത് കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇത് മൊത്തം വെട്ടി തീർക്കും കേട്ടോ. എത്ര കടന്നലുണ്ടെങ്കിലും ശരി തന്നെ ഫുള്ള് തീർത്തിരിക്കും. ഒന്നാമതേ പരാതിയാണ് നിന്നെ കൊണ്ട് ഞാൻ ജോലികൾ ചെയ്യിപ്പിക്കുന്നത്. നിനക്ക് റെസ്റ്റ് ഇതാന്നാണ് പറയുന്നത്. റെസ്റ്റ് കൊടുന്നാണ് പറയുന്നത്. എന്നിട്ട് ഇതെന്തിനാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ കഴിവൂലേ എന്നെ പറയിപ്പിക്കാനാണ്. അപ്പോൾ ഞാൻ ചോറ് കഴിക്കാനായിട്ട് വീട്ടിൽ വന്നതാണ് കേട്ടോ. ഇന്ന് ചോറ് കൊണ്ടുപോയില്ല. അപ്പോൾ ചോറ് കഴിക്കാനായിട്ട് വീട്ടിൽ വന്നതാണ്. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഒരുത്തി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് പോയവളാണ്. അവൾ ഇവിടെ തുണി മൊത്തം കഴുകിയിട്ടേക്കണം. ഞാനൊന്നും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതല്ല കേട്ടോ, കേൾക്കാതെ ചെയ്യുന്നതാണ് ഓരോന്ന്. എന്തോ ഇപ്പോൾ ചോറ് കഴിച്ചിട്ട് പോട്ടെ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടി തുടങ്ങാൻ പോവുകയാണ്. അതെന്തിനാണെന്നുള്ളത് കാണിച്ചുതരാം, എത്രയൊക്കെ ആയെന്നുള്ളത്. അങ്ങനെ വാഴകളെല്ലാം കുറേയൊക്കെ വെട്ടിക്കയറ്റി, കുറേയെല്ലാം നമ്മൾ സൈഡിലോട്ട് വെട്ടി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 4 ചുറ്റും നമുക്ക് വാനം വെട്ടാനുണ്ട് കേട്ടോ. വാനം വെട്ടി ഇത് പാറ കെട്ടി പൊക്കാനുള്ള പരിപാടിയാണ്. വാനം അതാണ് ഇനി കുറച്ച് ടഫായിരുന്നു കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പണി ചെയ്ത വേസ്റ്റുകളും കാര്യങ്ങളും കൂടുതലും ഉണ്ടായിരുന്നു. ഇതിൻ്റെ സൈഡ് മുഴുവൻ ഈ പ്ലാസ്റ്റിക് ചാക്ക് കുപ്പികളൊക്കെ ആയിരുന്നു. അപ്പോൾ വെട്ടുന്ന സമയത്ത് ഈ കുപ്പി ചില്ലികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആ സൈഡിൽ നിന്ന് നല്ല ക്ലീനാക്കി പോയിട്ടുണ്ട്, സെറ്റാക്കി പോയിട്ടുണ്ട്. അതേപോലെ തന്നെ അങ്ങ് ആ സൈഡിലൊക്കെ ഈ ഭാഗത്തൊക്കെ നല്ല ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. ഉറുമ്പുകളൊക്കെ കൂടുതലായിരുന്നു. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് മരങ്ങളും പാറയൊക്കെ ഉണ്ടായിരുന്നു ഈ ഭാഗത്ത്. അതെല്ലാം ക്ലിയറായിട്ട് നീറ്റാക്കിയിട്ട് തീർത്തിട്ടുണ്ടേ. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയേട്ടാ. സംഭവം ഉച്ചയ്ക്ക് ചോറിനാൻ വന്നപ്പോൾ ഒരു വൺ കോമഡി നടന്നു. ചോദിക്കട്ടെ സുരേ, എൻ്റെ ബാഗും സാധനങ്ങളും എവിടെ? പതിവില്ലാതെ ബാഗും സാധനവും കൊണ്ടുവന്ന് ചോറിനാൻ വന്ന സാധനങ്ങളും എല്ലാം ഇവിടെ വെച്ചിട്ട് ഞാൻ മാത്രം അങ്ങ് പോയി. ഞാൻ സൈറ്റിൽ ചെന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് ബാഗ് ഇവിടെ വെച്ചിട്ട് പോയത്. മറന്നുപോയി. തൊപ്പിയില്ല, തോർത്തില്ല, ഒന്നുമില്ല. ഇവിടുത്തിരുന്ന തുണി മാത്രവും ഉണ്ട്, മൊബൈലും തുണിയും മാത്രമുണ്ട്. ബാക്കി എല്ലാം വെച്ചിട്ട് പോയി. പിന്നെ എന്തിനു ചെയ്യാൻ? എന്തായാലും പറ്റിയത് പറ്റി. ഇനിയിപ്പം കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്. കഴിഞ്ഞ തവണ വാങ്ങിയ സാധനങ്ങളൊക്കെ തീർന്നു കേട്ടോ. സംഭവം ഇത്തവണയും ഈ ആഴ്ചയും ജോലി കുറവായിരുന്നു. അപ്പോൾ ലിസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയല്ലേ സുലേ? അപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ് കേട്ടോ.